ഞാൻ ചുരുക്കത്തിൽ നിങ്ങളോട് പറയുന്ന അതിനാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കത് എളുപ്പമാക്കി തന്നു. അത് എൻ്റെ മണ്ണിന് അത് എളുപ്പമാണ്, ഇന്ന് വരെ നടന്നിട്ടുണ്ട്. പിന്നെ ചില ആളുകൾ പറയുന്നത് തിജാനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ള സംവിധാനങ്ങൾ ആലോചിച്ചാൽ അത്രയും വലിയ സംവിധാനങ്ങളും സ്വർഗങ്ങളും സൗകര്യങ്ങളും ഉണ്ട് എന്നാണ്. അത് കേൾക്കുന്ന തിജാനിക്ക് അഹങ്കാരം ഉണ്ടാവൂലേ? എനിക്ക് അഹങ്കാരമില്ല. എന്തുകൊണ്ട്? ഞാൻ തിജാനിയാണെന്ന് എനിക്ക് ഉറപ്പില്ല. എന്റെ കയ്യിൽ കൈവച്ചവർക്കും അഹങ്കാരമില്ല. എന്തുകൊണ്ട്? അവരോട് സദാ നേരവും ഞാൻ പറയാറുള്ളത്, എന്റെ കയ്യിൽ ഇതൊക്കെ ലാഹിറായ കാര്യങ്ങൾ മാത്രമാണ്. ഇതിനി ആര് സ്വീകരിക്കണം? അല്ലാഹു സ്വീകരിച്ച വലിയ ദർജ ഉണ്ടാവും. സ്വീകരിച്ച സ്വഭാവം നമ്മളിൽ കാണാനില്ല. പിന്നെ എന്താണുള്ളത്? പിന്നെ നബിദിന യോഗത്തിന് കുട്ടികൾ പറയുമല്ലോ, എല്ലാവരും തേങ്ങ ഉടക്കുമ്പോൾ നമ്മൾ ചർച്ച കൊടുക്കണം. ഞാൻ മരിക്കുമ്പോഴെങ്കിലും ഒരു തിജാനിയായി മരിക്കണം എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ആയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എന്തുകൊണ്ട്? തിജാനിയാവുകയാണെങ്കിൽ അവന് ഒരുപാട് സ്വഭാവങ്ങൾ എന്നാണ്. ഇതാണ് അഹ്മദ് തിജാനി തങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത മുസ്തഫ റസൂലുള്ളാഹിന്റെ സ്വഭാവം. നമുക്ക് കിബിറുണ്ടാകാൻ പാടില്ല. അത് നമുക്ക് കിബിറേ ഉള്ളൂ. നമുക്ക് ഹസദ് ഉണ്ടാവാൻ പാടില്ല. നമുക്ക് ഹസദേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഇന്നലെ നിങ്ങളോട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, എടാ ദിക്റുകൾ തേങ്ങയുടെ പീര മാത്രം പറഞ്ഞിട്ടില്ലേ? ഇന്നലെ അത് പറഞ്ഞ് ഇന്നലെ അത് പറഞ്ഞില്ലേ? തേങ്ങയുടെ പീര, പാല് വേറെ. എന്നാ പീര മദ്ഹറാണ്. പാലാരും കണ്ടോളന്നില്ല. പീരങ്ങനെ കിടക്കുമ്പോൾ ആളുകൾ എന്ത് വിചാരിക്കും? തേങ്ങ അരച്ചിട്ടുണ്ട്. സത്യത്തിൽ തേങ്ങാ പാല് പണിക്കാരത്തി പെണ്ണ് കുടിച്ചത്. എന്നിട്ട് എന്ത് ചെയ്തു? അതിന്റെ ചണ്ടിയാണ് എന്തിലിട്ടത്? കറിയിലിട്ടു. മുതലാളി കറി കൂട്ടുമ്പോൾ കറിക്കോട്ട് രസമില്ല, എന്നാ തേങ്ങ അരച്ചിട്ടുണ്ട്. എന്താ പ്രശ്നം? മറ്റതോള് തടിച്ച് നന്നായി. എന്നതുപോലെ നമ്മൾ ഈ പീരാണ് നമ്മൾ ദിക്റ് ചൊല്ലുന്നു, അതൊരു പീരയാണ്. അതിന്റെ ഉള്ളിലോ അതിന് റൂഹുണ്ട്. അതെന്താ? കിബറില്ലായ്മ, ഹസദില്ലായ്മ, റിയാ ഇല്ലായ്മ, ഉജ്ബില്ലായ്മ, ഇതൊക്കെ നമുക്കുണ്ട്. അതെങ്ങനെ കളയാ? അറിയില്ല. ഇനി എന്താണ് നമ്മൾ ബാക്കി ചെയ്യേണ്ടത്? നട്ടപ്പാതിരൊക്കെ കരയാ, റബ്ബേ ഇന്നും ഞാൻ നന്നായിട്ടില്ല, ഞാനീ ദിക്റില്ലെന്നുള്ളൂ, ഞാൻ ദിക്റ് നൂലാളി കഴിഞ്ഞാൽ നന്നാവൂല. നന്നായാലേ അള്ളാഹുവിലേക്ക് തിജാനിയാവുള്ളൂ. ഞാൻ ഈ പ്രസംഗവേദിയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അടുത്തിന് നാട് നശിപ്പിക്കാൻ പോകുന്ന ത്വരീഖത്തുകാരാണ്. ഈ പ്രസംഗ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ലേ? ഇനി നാട് നശിപ്പിക്കൽ ത്വരീഖത്തുകാരാണ്. എന്താണ് ത്വരീഖത്തുകാർ നാട് നശിപ്പിക്കുമെന്ന് പറയാൻ കാരണം? അവർക്കൊരു മൗഢ്യം വന്നു ചേർന്നു, ഞങ്ങളെല്ലാവരും സ്വർഗാവകാശികളാണ്. ആര് പറഞ്ഞു എന്നോട്? ജി തിജാനിയാന്ന് ആര് പറഞ്ഞു? ലാഹിറിൽ ചെയ്യേണ്ടതൊക്കെ ചെയ്തു, ബാത്തിനിൽ അള്ളാഹ് സ്വീകരിച്ചോ? ആരറിഞ്ഞു? സ്വീകരിച്ചാൽ സ്വഭാവം മാറുമല്ലോ. സ്വീകരിച്ചില്ല എന്ന് ഉറപ്പാണ്. ഇനി എന്തുകൊണ്ട് അഡ്ജസ്റ്റ് ആക്കണം? അള്ളാഹു സ്വീകരിച്ചൊരു തിജാനി ആയിട്ടില്ല ഞാൻ എന്ന് എനിക്ക് ഇപ്പോൾ ഉറപ്പാണ്. ഇനി ഒരു അഡ്ജസ്റ്റേ ഉള്ളൂ, കരയുക. ഇന്നലെ ഞാൻ കരഞ്ഞിട്ടുണ്ട്, റബ്ബേ ജിന്നെ തിജാനിയായി ഏൽപ്പിക്കണം. എന്റെ റെക്കോർഡിൽ ഞാൻ തിജാനിയായി വരണം. ഞാനോ? ഞാനല്ല. പിന്നെ ഞങ്ങൾ എന്തിനാ ബയ്യത്ത് ചെയ്ത് കൊടുക്കണത്? ഞാൻ എനിക്ക് വേണ്ടിയല്ല ബയ്യത്ത് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഇന്നലെ ഒരാൾക്ക് ബയ്യത്ത് ചെയ്തിട്ടുണ്ട്. അയാളോട് പറയുക, ഷറഫാക്കപ്പെട്ട മഹാനായ ഷെയ്ഖ് ഇബ്രാഹിം സാലിഹ് അൽ ഹുസൈനി തങ്ങൾ എന്നെ ഏൽപ്പിച്ചത് പ്രകാരം അവരുടെ ഷറഫാക്കപ്പെട്ട കയ്യിന്റെ പകരക്കാരനായി തിജാനിയ മാർഗത്തിലേക്ക് നിങ്ങൾക്ക് ഞാൻ പ്രവേശനം നൽകിയിരിക്കുന്നു എന്ന് പറയാറുള്ളത്. അവരുടെ ഷറഫാക്കപ്പെട്ട കയ്യിന്റെ, അങ്ങനെ തന്നെയല്ലേ പറയാറുള്ളത്? ഞാനല്ല, ഞാനാളല്ല. ഞങ്ങൾ കണക്കാക്കുക വേണ്ട. ഞാൻ വള്ളി മാത്രമാണ്, കരണ്ടല്ല. വള്ളിയും കരണ്ടും രണ്ടാണ്. പക്ഷേ വള്ളിൻ്റെ ഉള്ളിലൂടെ ആര് വരും? കരണ്ട് വരും. അത് അവിടുന്ന് സ്വിച്ച് ഓഫ് ആക്കിയാൽ പോവുകയും ചെയ്യും. പിന്നെ വള്ളി കരണ്ടിട്ട് കാര്യമല്ല. ഞാൻ വള്ളിയാണ്. ഞാൻ വള്ളിയാണ് എന്ന് നിൽക്കും. അപ്പൊ ഞാൻ വള്ളിയാണ്, ഞാൻ കരണ്ടല്ല, വള്ളിയാണ്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കരച്ചിലും പീച്ചിലും കണ്ട് അതിലേക്കാണ് ചേർത്താലോ വലിയ ദറജ ഉണ്ടാവും. വലിച്ചെറിയും ചെയ്യാം. നമ്മൾ അഹങ്കരിച്ചാൽ വലിച്ചെറിയും.
ഞാൻ തിജാനിയായത് എനിക്ക് വിനയമല്ലാതെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അല്ലാഹു മഷ്ഹദ്, അല്ലാഹു സാക്ഷിയ. ഞാൻ എൻ്റെ സദസ്സിൽ ഈ ദിക്ർ കൊണ്ട് വഞ്ചിതരാകരുത് എന്ന് പറയാത്ത പ്രസംഗങ്ങൾ എൻ്റെ മജ്‌ലിസിലില്ല. നിങ്ങൾ എന്താണ് മനുഷ്യന്മാരെ ദൂരെ നിന്ന് വർത്താനം പറയുന്നത്? നിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് എന്നോടൊന്ന് സംസാരിക്കാനും. 10,000-കണക്കിന് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്? ആര് പറഞ്ഞാൽ ഞാൻ തിരുത്തും, ആര് പറഞ്ഞാൽ